ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا അൽവി അലാ അഹദി. സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടി ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ റബീഉൽ അവ്വലിൽ ആ ഹബീബിന്റെ ജനനത്തിന്റെ സുദിനത്തിൽ ഒരുമിച്ച് കൂടാൻ നാഥൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഹബീബിന്റെ കൂടെ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി നാളെ ഒരുമിച്ച് കൂടാൻ നമുക്കും നാമുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വൈകിയതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുകയല്ല. മഹാനായ സയ്യിദ് മുല്ലക്കോയ തങ്ങൾ ദീർഘമായി സംസാരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ദീർഘമായൊരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലവിധേനയാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വിശകലനം ചെയ്യുമ്പോൾ ആ വിശകലനത്തിൽ പ്രധാനമായി ഒന്ന് വരുന്നത് ഇൻസാനിയത്തിലൂടെയാണ്, മനുഷ്യൻ എന്നതിലൂടെയാണ്. ആ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റൊരു നിലയിൽ വിശകലനം ചെയ്യുന്നത് റസൂൽ എന്നതിലൂടെയാണ്, റിസാലത്ത് എന്നതിലൂടെയാണ്. ലോകത്ത് നടക്കുന്ന ചർച്ചകളിൽ മഹാഭൂരിപക്ഷവും ഇൻസാനിയത്തിലൂടെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നാം പറയുമ്പോൾ നാം പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ വിമോചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തെ ലോകത്ത് അവതരിപ്പിച്ച ആളാണ്. ലോകത്തിന് ഗോളശാസ്ത്രവും ഭൂമിശാസ്ത്രവും പഠിപ്പിച്ച വ്യക്തിയാണ്. ആരോഗ്യശാസ്ത്രവും നിദാനശാസ്ത്രവും പഠിപ്പിച്ച വ്യക്തിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളെ, സംസ്കാരത്തിന്റെ ഭാഗങ്ങളെ, സ്വഭാവ രീതികളെ ഒക്കെ വിശകലനം ചെയ്ത് ലോകത്തൊരുപാട് മഹാന്മാരുണ്ട്. ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകരും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു വലിയ മഹാനാണ്. ചാച്ചാ നെഹ്റു വലിയൊരു മഹാനാണ്. അബ്രഹാം ലിങ്കൺ വലിയൊരു മഹാനാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വലിയൊരു മഹാനാണ്. ആ മാനുഷികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ എത്തിച്ചേരുന്നത്.
മാനുഷികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നാം പ്രധാനമായും അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ അക്കലിനെയാണ്, ബുദ്ധിയെയാണ്. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പലരെയും വിശകലനം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ലോകത്തിന്റെ ഗുരുവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നാം വിശകലനം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയുണ്ടായി, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. മനുഷ്യനായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്തൊരുപാട് പുതിയ കാര്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു. ആ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആള് അതൊക്കെ ചെയ്യുമ്പോ അതൊരു മലക്കല്ലേ, മലക്കിന് അങ്ങനെയൊക്കെ ചെയ്യാം. മനുഷ്യരെ നമുക്കതൊന്നും നടക്കില്ലല്ലോ. അത് പറയാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തന്നെ അയച്ച് മനുഷ്യൻ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാം, എങ്ങനെ നിസ്കാരവും നോമ്പും ഹജ്ജും മറ്റ് കർമ്മങ്ങൾ നിർവഹിച്ച് ജീവിക്കാം, എങ്ങനെ ഒരു നല്ല ഭർത്താവായി ജീവിക്കാം, നല്ല ബാപ്പയായി ജീവിക്കാം, നല്ല കൂട്ടുകാരനായി ജീവിക്കാം, നല്ല ഭരണാധികാരിയായി എങ്ങനെ ഭരണം നടത്താം. ഇതൊക്കെ ലോകത്തിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. അത് വെച്ചാൽ പലരും പറയാറില്ല, നബിതങ്ങൾ നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനല്ലേ. പക്ഷേ അതിൻ്റെ ഉടനെ പറയുന്നുണ്ട്, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. പക്ഷെ എന്നിലേക്ക് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നുണ്ട്. മുഹമ്മദും ബശറുൻ ലാ കൽ ബശരി യാഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്. പക്ഷേ ലാക്കൽ ബശരി ഒരു സാധാരണ മനുഷ്യൻ അല്ല. യാഖൂതുൻ ഹജറുൻ മരതകം എന്നൊരു കല്ലാണ്, ലാക്കൽ ഹജരി. പക്ഷേ നമ്മൾ കാണുന്ന ഈ കൊത്തുകല്ല് പോലെ ഒരു 20 രൂപക്ക് കിട്ടുന്ന വലിയൊരു കല്ല്, അല്ലെങ്കിൽ 40 രൂപക്ക് കിട്ടുന്ന വലിയൊരു കല്ല്, അതുപോലെയല്ല യാക്കൂത്ത്. യാക്കൂത്ത് അത് ചെറിയ ഗ്രാമുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുന്ന സാധനമാണ്. അതുപോലെ തന്നെയാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകത്തെ മഹാഭൂരിപക്ഷം ചർച്ചകളും മനുഷ്യനെന്ന ആ പരിഗണനയിലൂടെയാണ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. അവിടെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിമർശകന്മാർ സ്ത്രീ ലബടനായി ചിത്രീകരിക്കുകയാണ്. വിശദമായി ചർച്ചകളിലേക്ക് പോകാൻ സമയമില്ല. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീ ലബടനാണ്. നബിതങ്ങൾ ബ്രഹ്മചരിയായി ജീവിക്കുകയാണോ വേണ്ടിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനായി വന്നു. മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും അതേപോലെ തന്നെ ദാഹവും അതുപോലെ തന്നെ വിശപ്പും എല്ലാം ഉണ്ട്. അത് കാണിച്ചു കൊടുക്കണ്ടേ? ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ 25 വയസ്സുള്ള ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഏത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നു ഫീഹി ഗൈറു മുൻകസിമി. ലോകത്തതുപോലൊരു സുന്ദരനില്ല. അങ്ങനത്തെ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം പോലെയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം പോലത്തതല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അറേബ്യയിലെ ഏത് പെണ്ണിനെയും കല്യാണം കഴിക്കാം. പക്ഷേ 25 വയസ്സുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള, നേരത്തെ നിരവധി കല്യാണം നടത്തി മക്കളുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ മക്കളും ഉണ്ട്.
അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. സാധാരണ കല്യാണത്തിലേക്ക് ഒരു സ്ത്രീ ലബടനായ വ്യക്തിയാണെങ്കിൽ എപ്പോഴാണ് ആവേശം കാണിക്കേണ്ടത്, എപ്പോഴാണ് ആ മേഖലയിൽ പരാജയപ്പെട്ടു പോകേണ്ടത്? ആരോഗ്യത്തിന്റെ, രക്തത്തിളപ്പിന്റെ, ആവേശത്തിന്റെ, ചെറുപ്പത്തിന്റെ ചുറുചുറുക്കിന്റെ ഘട്ടത്തിലല്ലേ ആ ഘട്ടത്തിൽ കല്യാണം കഴിക്കുന്നത്. 40 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. ആ ജീവിതം എത്ര സന്തോഷകരമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വയസ്സുള്ളപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറയുകയാണ്. 25 കൊല്ലക്കാലം ഏക പത്നിയാണ്. ആരോഗ്യത്തിന്റെ ചുറുചുറുക്കിന്റെ എല്ലാം അവസാനിക്കുന്ന ഘട്ടം വരെ ഒരൊറ്റ ഭാര്യ. ആ ഭാര്യയോ അന്ന് 65-ാം വയസ്സിലെത്തി നിൽക്കുകയാണ്. ആ ഭാര്യ മരണപ്പെട്ടു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്ഷരാർത്ഥത്തിൽ തളരുകയാണ്. ഈ വയസ്സായ പ്രായമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നുപോയി. എന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് ഖദീജയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ഖദീജയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ആ എല്ലാമാണ് ഇപ്പം നഷ്ടപ്പെട്ടു പോയത്. നബി തങ്ങൾക്ക് നേരത്തെ പിതാവില്ല, മാതാവ് ചെറുപ്പകാലത്ത് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ സംരക്ഷകന്മാരായി കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണത്തിലേക്കും കടന്നു വന്നവരായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ ബീബിയാണ് ലോകത്തോട് യാത്ര പറയുന്നത്. നബി തങ്ങൾ തളർന്നു പോവില്ലേ? നബി തങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഖദീജ ബീവി നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ 65 വയസ്സുള്ള അത്രയും പ്രായമുള്ളൊരു പെണ്ണ് വേർപിരിഞ്ഞു പോൾ. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വളരെ പ്രയാസകരമായ അവസ്ഥ കണ്ട സമയത്ത് നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പലവിധ വാക്കുകളും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖദീജ ബീവിയുടെ വേർപിരിയൽ അത് വല്ലാത്ത ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം ഒരു ഭാര്യ എന്ന നിലക്കല്ല ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് എല്ലാ സംരക്ഷണവും എന്ന നിലക്കാണ്. ആ ഭാര്യ ഭർത്തൃ ജീവിതം ലോകോത്തരമായ ജീവിതമായിരുന്നില്ലേ? അത്രയും സമ്പന്നമായ ഉത്കൃഷ്ടമായ ഒരു ജീവിതം കാണാൻ കഴിയുമോ? വേറെ എവിടെയെങ്കിലും ഇല്ല. അത്രയും ദൃഢമായ ഒരു വൈവാഹിക ജീവിതത്തിന്റെ അവസ്ഥ. ആ സമയത്ത് പ്രിയപ്പെട്ട സൗദ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാണ് സൗദ ബീബി റളിയല്ലാഹു തആല അൻഹ? മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചൊരു സഹോദരിയാണ്. സൗദ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹ. ആ സൗദ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹയുടെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് 55 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ആദ്യ വിവാഹം നടക്കുന്നത് 55 വയസ്സ് കഴിഞ്ഞിട്ട്. അതെന്തേനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വൈവാഹിക ജീവിതം പഠനം നടത്തേണ്ടതാണ്. സൗദ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹ. ആ സൗദ ബീവി ആദ്യമായി കല്യാണം നടത്തുന്നത് 55-ാം വയസ്സിൽ. എന്തേ കാരണം? സൗദ ബീബി വളരെ ഹൈറ്റുള്ളൊരു പെണ്ണാണ്. സൗദ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ഭാരമുള്ള തടിയുള്ളൊരു പെണ്ണാണ്. സൗദ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്ത ഒരു കറുത്ത മുത്തായിരുന്നു. ആ സൗദ ബീബി റളിയല്ലാഹു തആല അൻഹയെ
സാധാരണ കല്യാണം കഴിക്കുമ്പം തുങ്കഉൽ മർഅതു ലിഅർബ ലിമാലിഹാ വലിജമാലിഹാ വലിനസബിഹാ, 4 കാര്യത്തിന് വേണ്ടിയാണ് കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കുമ്പം പലരും പരിഗണിക്കുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് അവരുടെ സമ്പത്താണ്, മറ്റൊന്ന് സൗന്ദര്യമാണ്, മറ്റൊന്ന് അവരുടെ കുടുംബത്തിന്റെ മഹിമയാണ്, 4ാമതായി ദീനിന്റെ മഹിമയാണ്. എന്നാൽ ഇസ്ലാമിക കാലഘട്ടത്തിന്റെ മുമ്പുള്ള സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹക്ക് ഈ 3 ഗുണങ്ങളും ഇല്ലായിരുന്നു. സാമ്പത്തിക മേഖല, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ്. തറവാടെന്ന് പറയുന്നത് അറിയപ്പെട്ട ആശിം പരമ്പരയിലോ മറ്റോ ജനിച്ച പെണ്ണല്ല. സൗന്ദര്യം എന്നതൊരു കറുത്ത മുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുമാണ്. അതുകൊണ്ട് ആരും കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അവസാനം ആ കുടുംബത്തിന് തന്നെ ഒരു മോശമാണല്ലോ. അങ്ങനെ സൗദാ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹയുടെ ബാപ്പ അഥവാ സംആ റളിയല്ലാഹു അൻഹുവിൻ സംഅയുടെ സഹോദര പുത്രനാണ് സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കുന്നത്. അഥവാ സക്രാൻ ഇബ്നു അംർ എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് കല്യാണം കഴിക്കുന്നത്. നേരെ പിതാവിന്റെ സഹോദര പുത്രൻ കല്യാണം കഴിക്കുകയാണ്. അന്ന് 55 വയസ്സ് സൗദാ ബീബിക്കുണ്ട്. 2 പേരും ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി കഠിന പീഡനമാണ് മക്കയുടെ മണ്ണിൽ ഈ കുടുംബം അനുഭവിക്കേണ്ടി വരുന്നത്. മഹാനായ സക്രാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അപ്പുറത്ത് നിന്നൊരു ദുഷ്ടൻ വന്ന അമ്പയുടെ നേരത്ത് മഹാനായ സക്രാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എഴുതിയ ആ തുണ്ടുകൾ തെറിച്ചു പോവുകയാണ്. മഹദിയായ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയെ മക്കയുടെ തെരുവോരങ്ങളിൽ നടക്കാൻ ആ മക്കയുടെ തെരുവിന്റെ മക്കൾ അനുവദിക്കാറില്ലായിരുന്നു. ആ മക്കള് സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയെ ക്രൂരമായി കല്ലെറിയുമായിരുന്നു. സൗദാ ബീബിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അല്പം തടി കൂടിയ ആളാണ്. എല്ലാം സഹിക്ക തന്നെ ഭാര്യയും ഭർത്താവും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ദൂതരെ, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല നബിയേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെപ്പറ്റി പറയാത്ത അപരാധങ്ങളില്ല, ഞങ്ങൾ കേൾക്കാത്ത തോന്നിവാസങ്ങളില്ല, ഞങ്ങൾ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല, ഞങ്ങൾ സർവരാരും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്, തഴയപ്പെട്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷമിക്കൂ, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. അബസീനിയയിലേക്ക് ആദ്യമായി പലായനം നടക്കുകയാണ്. ഒരു ചെറിയ സംഘത്തെ അബസീനിയയിലേക്ക്, മക്കയുടെ മണ്ണിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ അബസീനിയയിലേക്ക് പോവുക. ആ കൂട്ടത്തിൽ മഹദിയായ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയും സക്രാൻ ബിൻത് അംർ റളിയല്ലാഹു തആല അൻഹുവും 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും പലായനം ചെയ്തു. മക്കയിലെ ക്രൂരമായ മർദ്ദനത്തിൽ നിന്ന് താൽക്കാലികമായ ആശ്വാസം ലഭിക്കുകയാണ്. പക്ഷേ അബസീനിയയിലേക്ക് പോയി കഴിഞ്ഞപ്പോ കുറച്ച് കഴിയുമ്പോഴേക്ക് മഹാനായ സക്രാൻ റളിയല്ലാഹു തആല അൻഹു അബസീനിയയിൽ വെച്ച് ലോകത്തോട് യാത്ര പറയുന്നു. സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹ വീണ്ടും ഒറ്റപ്പെടുകയാണ്. ഇനി എന്ത് ചെയ്യും? മക്കയുടെ അന്തരീക്ഷം അല്പം ശാന്തമായിട്ടുണ്ട്. ആ വിവരം അബസീനിയയിലേക്ക് ലഭിച്ചപ്പോ നേരത്തെ പലായനം ചെയ്തവരൊന്നടങ്കം മക്കയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കൂടെ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയും മക്കയിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അവസ്ഥ എന്താണ്? സ്വന്തം ഭർത്താവ് ഇല്ല, കുടുംബവും ബന്ധങ്ങളും മുഴുവൻ എതിരാണ്, ആരും സഹായിക്കാനില്ല. മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ മഹദിയായ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഈ ഭൂമി എത്ര വിശാലമാണ്, പക്ഷേ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്ക് കുടുംബക്കാരനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല,
എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയി, എന്നെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ആരും എനിക്ക് ഇല്ല. എന്റെ വയസ്സായ സമയത്തെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്ന സക്രാൻ ആ പ്രിയപ്പെട്ട ഭർത്താവും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്കാരുമില്ല എന്ന് പറഞ്ഞ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് പറയുകയാണ്, പ്രിയപ്പെട്ട ദൂതരെ, ഉസ്മാൻ ഇബ്നു മഅ്ഊൻ റളിയല്ലാഹു തആല അൻഹു ആണ് വന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ദൂതരെ, അങ്ങ് വല്ലാത്ത പ്രയാസത്തിലായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഖദീജ ബീബിയുടെ വിയോഗത്തിന് ശേഷം വലിയ പ്രയാസത്തിലാണല്ലോ അങ്ങയ്ക്കൊരു കല്യാണത്തെ പറ്റി ആലോചിച്ചുകൂടെ? നബിതങ്ങൾ പറഞ്ഞു, ആരാണുള്ളത്? അപ്പോ ഉസ്മാൻ ഇബ്നു മഅ്ഊൻ തങ്ങൾ പറയാണ്, അവരുടെ ഭാര്യയാണ് ഏൽപ്പിച്ചത് ഖൗല ബിന്ത് ഹക്കീം റളിയല്ലാഹു തആല അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മകൾ ഉണ്ട്, സിദ്ദീഖ ബിന്ത് സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ സിദ്ദീഖയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. നമ്മൾ വ്യാപകമായി കേട്ടുവന്നതാണ്, 6-ാം വയസ്സിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ നബിതങ്ങൾ കല്യാണം കഴിച്ചു എന്നത്. ചരിത്രപരമായ ഒരു പുനരന്വേഷണം അനിവാര്യമായ ഒരു വിഷയമാണിത്. കാരണം ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി എപ്പോഴും കാത്തു നിൽക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ഒരുപാട് ശത്രുക്കൾ നുഴഞ്ഞു കയറിയിട്ട ചരിത്രങ്ങളിൽ പലതും മാറ്റത്തിരുത്തുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക പഠനങ്ങൾ വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് സിദ്ദീഖ ബിന്ത് സിദ്ദീഖ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഒരുപാട് തിരുത്തലുകൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ആയിഷ ബീബിയെ കല്യാണം കഴിക്കാൻ നബിതങ്ങളോട് പറയാണ്. നബിതങ്ങൾ പറഞ്ഞ്, ആയിഷയെ പോലുള്ളൊരു പെണ്ണല്ല എനിക്കിപ്പം വേണ്ടത്. പുതിയ ആ പഠനപ്രകാരം ചരിത്രങ്ങൾ നേരത്തെ പറയാണ്, അതിനൊന്നും ഇവിടെ നേരെയില്ല. ആയിഷ ബീബിക്ക് നേരത്തെ വന്ന ആലോചനകൾ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവഗണിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആയിഷ ബീബിക്ക് 6 വയസ്സൊന്നും പോരാ, ഒരു 16 വയസ്സെങ്കിലും വേണ്ടിവരും കല്യാണാലോചന നടക്കുമ്പോ. ഏതായാലും മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ പ്രായത്തിലുള്ളൊരു പെണ്ണിനെയല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ഖദീജക്ക് പകരമുള്ളൊരു പെണ്ണിനെയാണ്. ഖദീജ എനിക്ക് എന്തായിരുന്നോ അങ്ങനത്തെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടത്. അപ്പോ ഖൗല ബിന്ത് ഹക്കീം റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ ഉസ്മാൻ ഇബ്നു മഅ്ഊൻ തങ്ങളോട് പറയുന്നു, എന്നാ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ കൂടെ അബ്സീനിയയിലേക്ക് ഹിജ്റ വന്ന ഒരു സഹോദരിയില്ലേ, സൗദാ ബിന്ത് സംആ, അവരെ പറഞ്ഞോലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അവരുടെ ജീവിതത്തെ പറ്റി. നേരത്തെ നബിതങ്ങൾക്ക് അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചറിയാം. മുത്തുനബി തങ്ങൾ പറയാണ്, എന്നാൽ ആയിക്കോട്ടെ. എത്ര വയസ്സ്? മുത്തുനബി തങ്ങൾക്ക് 50 വയസ്സ്. സൗദാ ബിന്ത് സംആ റളിയല്ലാഹു തആല അൻഹക്ക് 66ന്റെ മുകളിൽ വയസ്സുണ്ട്. നേരത്തെ ഖദീജ ബീബിക്ക് 15 വയസ്സായിരുന്നു കൂടുതൽ, ഇത് 16ൽ കൂടുതലുണ്ട് എന്ന് ഉറപ്പാണ്. അത്രയും പ്രായമുള്ള മഹദിയായ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുക. കണ്ടോ, ഒരു സ്ത്രീലവടന്റെ സ്വഭാവമായി പറഞ്ഞു. ആദ്യം തന്നെ കല്യാണം കഴിച്ച 40 വയസ്സുള്ളൊരു പെണ്ണ്, 15 വയസ്സ് കൂടുതൽ. ഇപ്പോഴോ 50 വയസ്സിലെത്തി നിൽക്കുമ്പോ 65ന്റെ മുകളിൽ 70ഓളം വയസ്സുള്ള ചരിത്രകാരന്മാർ പല വയസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രായമേറെയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. ആയിഷ ബീബിയെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നബി തങ്ങൾ വേണ്ട എന്നാണ് പറയുന്നത്. 10-16 വയസ്സുള്ള ആയിഷ ബീബിയുടെ പേര് വന്നപ്പോ, അങ്ങനെയുള്ളൊരു പെണ്ണിനെയല്ല എനിക്കിപ്പോൾ വേണ്ടത്, എന്നെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു പെണ്ണിനെയാണ് വേണ്ടത്. അതിനേറ്റവും നല്ലത് സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹ. ഏത് സൗദാ ബീബി? 55 വയസ്സ് വരെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ടില്ല, സൗന്ദര്യമില്ല, സമ്പത്തില്ല, ഒരു നല്ല തറവാട് ആ കാലഘട്ടത്തിലില്ല.
ആ സൗദാ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തങ്ങൾ കല്യാണം കഴിക്കുകയാണ്. രണ്ടാമത്തെ കല്യാണത്തിലേക്ക് ഞാൻ കടന്നിട്ടുള്ളൂ. ഇങ്ങനെ തന്നെയാണ് തുടർന്നുള്ള മറ്റ് കല്യാണങ്ങളും. ഞാൻ വിശദമായി ആ വഴിയിലേക്ക് ഇപ്പം കടന്നു വരികയല്ല. ആ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് എൻ്റെ ചർച്ചാ വിഷയത്തിൽ ഞാൻ ഇന്ന് പ്രാധാന്യം നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻസാനിയത്തിലൂടെ അഥവാ മനുഷ്യൻ എന്നതിലൂടെ ബുദ്ധി കൊണ്ടുള്ള വിലയിരുത്തലാണ് ലോകത്ത് നടക്കുന്ന 90% വിലയിരുത്തലുകളും. രണ്ടാമത്തെ ഭാഗം ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്താണ്. റിസാലത്തിലൂടെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനം അഥവാ ഹുബ്ബിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക. ബുദ്ധിയല്ല. ബുദ്ധി വേറെയാണ്, ഖൽബ് വേറെയാണ്, മനസ്സ് വേറെയാണ്. മനസ്സുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയേണ്ടത്. ബുദ്ധിയെ അങ്ങോട്ട് തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. ഇന്ന് ലോകത്ത് അറിവ് ധാരാളമുണ്ട്, പക്ഷേ തിരിച്ചറിവുള്ളവരെ കാണാൻ കഴിയില്ല. അറിവുള്ളവരെ ഇഷ്ടം പോലെ കാണാം. എത്ര വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. പക്ഷേ തിരിച്ചറിവുള്ളവരെ എത്ര നമുക്ക് കാണാൻ കഴിയും? അവിടെയാണ് ബുദ്ധിയും നമ്മുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം കുടികൊള്ളുന്നത്. മനസ്സുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം. ബുദ്ധി കൊണ്ടല്ല ഏറ്റെടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക ജീവിതത്തിനിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ആകാശാരോഹണം നടത്തുകയാണ്, മിറാജ് നടത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിറാജ് നടത്തുകയാണ്. എന്തിനാ മിറാജ് നടത്തിയത്? അല്ലാഹുവിനെ നേരിട്ട് കാണാൻ വേണ്ടി. അതിന് മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന്, ബുദ്ധി കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞവർ. രണ്ടാമത്തെ വിഭാഗമോ ഹുബ്ബ് കൊണ്ട് അറിഞ്ഞവർ. ഈ രണ്ടും ഇടകലർന്ന് ജീവിക്കുകയാണ്. രണ്ടിനെയും ഒന്ന് വേർതിരിക്കേണ്ട ആവശ്യം ഉണ്ട്. ഹുബ്ബ് കൊണ്ട് തിരിച്ചറിഞ്ഞവരെയും അതേപോലെ തന്നെ അക്കല് കൊണ്ട് ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞവരെയും. ഹുബ്ബ് കൊണ്ടുള്ളതാണ് യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവ്. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിറാജ് നടത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മിറാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ മനിൽ തമൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി. മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന ഹറമിലേക്ക് പോവുകയാണ്. അവിടുന്ന് പിന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മേൽപോട്ടേക്ക് പോവുകയാണ്. രാത്രിയുടെ കുറഞ്ഞ സമയം, ലൈലൻ കുറഞ്ഞ സമയം കൊണ്ട് അബൂജഹൽ ഏറ്റവും സന്തോഷിച്ച ദിവസം ആ റജബ് 27 എന്തേ? അനുയായികളെ പിന്തിരിപ്പിക്കാൻ പലതും പറഞ്ഞൊക്കെ ഒന്നും നടന്നിട്ടില്ല. ഇത് പറഞ്ഞ എന്തായാലും നടക്കും. ആ അബൂജഹൽ രാവിലെ തന്നെ തുള്ളിച്ചാടി വരികയാണ്. ആദ്യം തന്നെ മുന്നിൽപ്പെട്ടതാരാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നു. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കല്ല, സിദ്ദീഖ്
ഓടല്ല അവിടെ നിൽക്കൂ, എന്താന്ന് ചോദിച്ചു. അല്ല, നിന്റെ സുഹൃത്തിന്റെ പുതിയ അറിഞ്ഞോന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ ഈ മക്കത്തുനിന്ന് ഒരു പോക്ക് പോയി. എവിടത്തേക്ക്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. നമുക്ക് 4 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് എത്തൂല, 2 ആഴ്ചത്തെ വൈദൂരമുണ്ട്. അവിടത്തേക്ക് ഇന്നലെ ചെറിയ സമയം കൊണ്ട് അവസാനിച്ചില്ല. ആകാശങ്ങളൊക്കെ കറങ്ങിയിട്ടാ വന്നത് എന്നാ പറയുന്നത്. സിദ്ദീഖുലൊക്കെ ചോദിച്ചു, ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. മുഹമ്മദിന്, നിന്റെ മുഹമ്മദ് എന്റെ മുത്തുനബിയാ പറഞ്ഞോന്ന് ചോദിച്ചു. സദ്ദഖ്തു, ഞാൻ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു. ബുദ്ധിയോടെയൊക്കെ വിശ്വസിക്കുക? ഇല്ല, ബുദ്ധി വിശ്വസിക്കൂല. ബുദ്ധി പറയുന്ന മക്കത്തുനിന്ന് ഗസ വരെ പോവുക, 2 ഗസന്ന് പിന്നെ മേലോട്ടേക്ക്. ഇന്നാണെങ്കിൽ എന്തെങ്കിലും വാഹനം ഉണ്ട് നീന്തിക്കുക, അന്ന് അതുമില്ല. ഇത് വിശ്വസിക്കുക, അതിന് കുറെ ആളെയും കിട്ടുക. വിശ്വസിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖു ഫിൽ ഗാരി വ സിദ്ദീഖു. കണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാസ്തവമാക്കുകയാണ്. സഹാബാക്കിറം ഒന്നടങ്കം അംഗീകരിക്കുകയാണ്. കാരണം അവരൊന്നും ബുദ്ധി കൊണ്ടല്ല മുത്തുനബി തങ്ങളെ അളന്നത്. അവരൊക്കെ അളന്നത് അവരുടെ ഹൃദയം കൊണ്ടായിരുന്നു. ആ ഹൃദയം കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഏറ്റെടുത്തത്. ഇന്നും ഇല്ലേ മുസ്ലിം എന്ന് പറയുന്നവരിൽ തന്നെ ഇസ്രാ മിറാജോ അത് സ്വപ്നാണ്. അങ്ങനെ ശരീരം കൊണ്ടത് നടക്കൂല, അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ബുദ്ധിക്ക് യോജിക്കുന്നതാണോ ഇസ്ലാം? അല്ല, ഇത് സദ്ർ കൊണ്ട്, ഹൃദയം കൊണ്ട്, കൽബ് കൊണ്ട് നടക്കേണ്ടതാണ്. ഹുബ്, അതാണ് ഈമാൻ. ഹുബ്ബാണ് ഈമാൻ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ, ലോകത്തെ സർവ്വ മനുഷ്യരുടെയും ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ ത്രാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ എന്തിനാണ് ഘനം കൂടുതൽ? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനിന് അമലല്ല, അത് ഹുബ്ബാണ്. ഇമാം അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാഉൽ ഉലുമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്, ദിശൈഇൻ മുക്കിറ ഫീ ഖൽബി എന്നാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഹൃദയത്തിൽ ഒരു സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹുബ്ബാണത്. ആ ഹുബിന്റെ കാഠിന്യതയാണ് ഈമാനിന്റെ കാഠിന്യത. നമ്മളൊക്കെ ഈമാനുള്ളവരാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈമാനുണ്ടോ? ഹുബുണ്ടോ എന്നാ ചോദ്യം. ഹുബുണ്ടെങ്കിലേ ഈമാനുള്ളൂ, അല്ലാതെ പറഞ്ഞു നടക്കുന്നത് ഈമാനല്ല. സിദ്ദീഖുൽ അക്ബർ അത് തെളിയിക്കാനാണ് മീറാജ് എന്ന പരിപാടി തന്നെ വെച്ച് തന്നത്. നമ്മൾ മുസ്ലിമാണെന്നും പറഞ്ഞ്, മൂമിനാന്നും പറഞ്ഞ്, ഈമാനുള്ളവനാന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഹുബുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. മുത്തുനബി തങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ സഹാബാക്കിറം ഒന്നടങ്കം തയ്യാറായി. അതേ സമയത്ത് ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ ചിലർ നേരെ ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. വേർതിരിക്കണമല്ലോ, അവരെ വേർതിരിക്കുകയാണ്. മറ്റുള്ളവർ അടിയുറച്ച് മുത്തുനബി തങ്ങളുടെ പിറകിൽ നിൽക്കുകയാണ്. ചോദിക്കട്ടെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങൾക്ക് ലഭിച്ച സ്നേഹം ലഭിച്ചതുപോലെ ലോകത്തൊരു നേതാവിന് ഇന്നേ വരെ സ്നേഹം ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് കോടാനുകോടി ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ സ്വലാത്തുകൾ അത്യുച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരോടുള്ള അങ്ങേയറ്റത്തെ അടങ്ങാത്ത ഹുബ്ബ് കൊണ്ട് മാത്രമല്ലേ? ആ നബി തങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ ഏതൊരു നേതാവിനാണ് അവസരം ലഭിച്ചിരിക്കുന്നത്? മുത്തുനബി തങ്ങൾ തീർത്ത വിപ്ലവത്തിന് കാലാവധി അള്ളാഹു അനുവദിച്ചത് 23 കൊല്ലക്കാലം മാത്രമായിരുന്നില്ലേ? ഒരു ജീവിതകാലം മുഴുവൻ അല്ല. നമ്മൾ ചിന്തി 23 കൊല്ലക്കാലം. അതിൽ തന്നെ ആദ്യത്തെ 4-5 കൊല്ലക്കാലം പുറത്തൊന്നും പറയാൻ പാടില്ലായിരുന്നു. പിന്നീടുള്ള ചെറിയൊരു കാലം കൊണ്ട് എന്തൊക്കെ വിപ്ലവങ്ങളാണ് ലോകത്തേക്ക് നടത്തേണ്ടി വന്നത്. ലോകത്തിന്റെ മനസ്സിനെ മുഴുവൻ കീഴടക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പാതിരാ സമയത്ത് പുറത്തേക്കിറങ്ങാണ്. പുറത്തേക്കിറങ്ങുമ്പോ കൊടും തണുപ്പാണ്. ഒരു മനുഷ്യൻ വിറങ്ങലിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇരുടാണ്. നോക്കി ആരാണ്? ആരുമല്ല, റബിയ റളിയല്ലാഹു തആല അൻഹു. റബിയ, ഇതെന്താ ഇത്?
നേരത്തെ രാത്രി നീ എനിക്ക് സേവനങ്ങളൊക്കെ ചെയ്തു തന്ന് നീ വീട്ടിലേക്ക് പോടുന്ന് വേഗം പറഞ്ഞതല്ലേ, ഞാൻ വിട്ടയച്ചതല്ലേ. നീ ഇങ്ങനെ പുറത്തിരിക്കുന്നതറിഞ്ഞെങ്കിൽ വീട്ടിന്റെ അകത്തി തന്നെ ഞാൻ നിന്നെ നിൽപ്പിക്കുമായിരുന്നില്ലേ. റബിയ പറയാണ്, ഞാൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ നബിയെ അങ്ങ് ഇതുപോലെ പാതിരാ സമയത്ത് എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അങ്ങ് പ്രയാസപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ കൊടും തണുപ്പില് വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് ബരങ്കോച്ചുന്ന തണുപ്പിൽ ഇങ്ങനെ ചുരുണ്ട് കൂടിക്കൊണ്ട് ഈ വെളിയിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, യാ റബിയ, ഓ റബിയ, നിനക്കെന്തോ ചോദിക്കാനുണ്ടോ എന്നോട്? സർപ്രൈസ് കിട്ടുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തണുത്തുറച്ച് വിറക്കുന്ന സമയത്ത് ഒന്ന് നന്നായി മൈൻഡ് വരെ വർക്ക് ചെയ്യൂല, അങ്ങനത്തെ അവസ്ഥയില, പുതപ്പില്ല, ഒന്നുമില്ല. റബിയ പറയാണ്, കിട്ടിയ ചാൻസ് അല്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. മുത്തുനബിയെ, അങ്ങയുടെ കൂടെ ഒരു സുഹൃത്തായി എനിക്ക് സ്വർഗത്തിൽ അവസരം കിട്ടണം നബിയെ. നബി തങ്ങൾ പറഞ്ഞോ, ഇതെന്നോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാ ഹദീസിന്റെ കിതാബുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, റബിയ, ഇതെന്നോട് ചോദിക്കാൻ പാടില്ല, അസ്അലുക, അങ്ങയോട് ചോദിക്കുന്ന നബിയെ, മുറാഫഖതക, അങ്ങയുടെ കൂട്ടുകാരനാകാൻ, സുഹൃത്താകാൻ. എവിടെ? ഫിൽ ജന്ന, സ്വർഗത്തിൽ. സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം ഞാൻ. നബി തങ്ങൾ ചോദിച്ചു, ഒന്ന് പരീക്ഷിക്കണ്ടേ, ഇതല്ല ഉറപ്പിച്ചു ചോദിക്കുന്നതാണോ? അപ്പൊ വേറെന്തോ ചോദിച്ചു, ഇത്ര കടുപ്പമുള്ളതാണോ? അതാ പറയാനില്ല നബിയെ, അത് തന്നെ, വേറെ ചോദിക്കാനില്ല. എല്ലാം വേറെന്തോ ഇല്ല, അത് തന്നെയുള്ളൂ. മുത്തുനബി തങ്ങൾ പാസ്സാക്കി കൊടുക്കല്ലേ. പക്ഷേ നിങ്ങൾ കുറച്ച് ഇബാദത്തൊക്കെ അധികരിപ്പിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കൊണ്ട് പിന്നെ ഇബാദത്ത് ചെയ്ത് സ്വർഗം ഉണ്ടായിക്കോന്നല്ല അതിന്റെ അർത്ഥം. ചിലര് പറയല അങ്ങനെ, പറഞ്ഞ ഇബാദത്ത് ചെയ്ത് സ്വർഗം ഉണ്ടായിക്കോ, അത് പിന്നെ നബിതങ്ങളോട് വരേണ്ട ആവശ്യമുണ്ടോന്ന്. നബിതങ്ങളോട് ചോദിച്ചതെന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലൊരിടം അങ്ങയുടെ കൂടെ എനിക്ക് ലഭിക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ അതെ, അനുവദിച്ചു കൊടുക്കാൻ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു, ചരിത്രത്തിൽ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും കടന്നു വരികയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരല്ലേ. കേരളത്തിന്റെ ആത്മീയ മേഖലയിൽ ഉന്നതിയിൽ എത്തിച്ചേർന്ന മഹാനായ ഉമർ ഖാദി തങ്ങൾ ബുദ്ധി കൊണ്ടല്ല നബി തങ്ങളെ പരിശോധിച്ചത്, ഹുബ്ബ് കൊണ്ടാണ്. ആ ഉമർ ഖാദി തങ്ങൾ കഅബാലയത്തിൽ എത്തിക്കൊണ്ട് പാടിയില്ലേ, യാ അക്രമൽ ഖുറമാ അലാ അത്വാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബികും അർജുൽ യർജുൽ ത്വാഅലൽ ബുഖാഇ ബിബാബികും വദ്ദംഉ മിൻ നൈനൈനി സാല സജീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കൊട്ടിയടക്കപ്പെട്ട കവാടത്തിന്റെ അടുക്കൽ വെച്ച് ഉമർ ഖാദി തങ്ങൾ ഹുബിന്റെ ഭാഷയിൽ അങ്ങ് ചൊല്ലിയപ്പോ ആ കഅബാലയത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടില്ലേ? ആ മഹാനായ റൗള ശരീഫിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടില്ലേ? റൗള ശരീഫിന്റെ അടുക്കൽ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഖാദി തങ്ങൾ പറയുകയാണ്, അങ്ങയുടെ ബാബിൽ വന്ന് നിൽക്കുന്നത് ഈ പാവപ്പെട്ട ഉമറാൻ. ആ ഉമറിനെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ കവാടം അവിടുന്ന് തുറക്കപ്പെടുന്നു. സൗദി അറേബ്യയിൽ ഉമർ ഖാദി തങ്ങളുടെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ട്. ചിലര് പറയാറുള്ളത് അത് അറിയപ്പെട്ട ഒരു കവിയുണ്ട്, കവിന്റെ പേരിലാണ്. പക്ഷെ സൗദി ഭരണാധികാരികൾ ചോദിച്ചാൽ പറയും അത് മലബാരിയായ ഉമറാന്ന് അറിയാം. ആ ഉമർ ഖാദി തങ്ങൾ മുത്തുനബി തങ്ങളെ സ്നേഹിച്ചവരായിരുന്നു. ഹുബ്ബ് കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഹുബ്ബാണ് ഈമാൻ എന്ന് പറഞ്ഞു, വേറൊന്നല്ല. ഹുബ്ബാണ് ഈമാൻ.
വേറൊന്നല്ല. ഹുബില്ലേ ഈമാനില്ല. അതാണ് രണ്ട് ഭാഗമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നത്. നമ്മൾ നടക്കുന്ന പഠനങ്ങൾ മുഴുവൻ ആദ്യം പറഞ്ഞ ഇൻസാനിയത്തിലൂടെയാണ്. അതല്ല, റിസാലത്തിലൂടെയുള്ള ഹുബിലുള്ള പഠനമാണ് നമുക്ക് അനിവാര്യമായി വന്നിരിക്കുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പാതിരാ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തിൻ്റെ പേരിലാണെന്നറിയുമോ? ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ദിവസങ്ങളായി ഭക്ഷണം കിട്ടിയിട്ടില്ല. ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് താങ്ങാൻ കഴിയാതെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അർദ്ധരാത്രിയിൽ. അങ്ങനെ ആ ഇരുളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തൊരു രൂപ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് ബോധ്യപ്പെടുന്നത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിക്കുന്നു, അല്ല പ്രിയപ്പെട്ട സിദ്ദീഖ്, ഈ പാതിരാ സമയത്ത് എവിടേക്കാണ് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. ഉറക്ക് കിട്ടാഞ്ഞപ്പോ ഞാനിങ്ങനെ വെളിയിലിറങ്ങി നടക്കാന്ന് വിചാരിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഇടത് കൈ അങ്ങോട്ട് പിടിക്കുകയാണ്. രണ്ടുപേരും നടന്നു നീങ്ങുമ്പോ വീണ്ടും അവിടെ ഒരു മനുഷ്യരൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. തൊട്ടടുത്തെത്തിയപ്പം മറ്റാരുമല്ല, പ്രിയപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല പ്രിയപ്പെട്ട ഉമർ, ഈ പാതിരാ സമയത്ത് എന്തേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉമർ തങ്ങൾ പറയുന്നു, നബിയെ, വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വെളിയിലിറങ്ങി നടക്കുന്നത് എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത് കൈകൊണ്ട് ഉമർ തങ്ങളുടെ കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഉമർ തങ്ങളും എന്തേ മൂന്ന് പേർക്കും ഉറക്ക് കിട്ടാത്തത്? ഏതോ ഒരു കച്ചവടം പൊട്ടിപ്പോയതിൻ്റെ പേരിൽ അല്ല, ഏതെങ്കിലും വഞ്ചന കേസ് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അല്ല. ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളായി വയറ്റിലേക്ക് ഭക്ഷണം എത്തിച്ചേർന്നിട്ടില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്താത്തത് കൊണ്ട്, സഹചരന്മാരുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്തിച്ചേരാത്തത് കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് പുറത്തിറങ്ങി നടക്കുന്നത്. നബി തങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഒരു സഹാബിയുടെ വീട്ടിലേക്ക് അർദ്ധരാത്രി കടന്നു ചെന്ന് വാതിലിന് മുട്ടി. സഹാബി വാതിൽ തുറന്നു അത്ഭുതപ്പെടുകയാണ്. കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് കാണുന്നത്? മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും. ഒന്നും പറഞ്ഞില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. നേരെ അകത്തേക്ക് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നുമില്ല. ആ സഹാബി കുറച്ച് സമയം കൊണ്ട് നല്ല ആടിനെ അറുത്ത് പൊരിച്ച് പത്തിരിയുമുണ്ടാക്കി കൊണ്ടുവന്നൊരു തീൻമേശയിൽ വെച്ചു. മുത്തുനബി തങ്ങളോടും സിദ്ദീഖുൽ അക്ബർ തങ്ങളോടും ഉമർ തങ്ങളോടും ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. നബി തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഉമർ തങ്ങളും അവിടെ വന്നിരുന്നു. ഉമർ തങ്ങൾ കൈയൊക്കെ ഇങ്ങോട്ട് കയറ്റി പെട്ടെന്ന് തിന്നാൻ. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആവേശത്തോടെയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഒരു സെക്കൻഡ് എങ്ങാനും ബാങ്ക് കൊടുക്കാൻ താമസിച്ചു പോയെങ്കിൽ എന്തായിരിക്കും യുദ്ധം. അപ്പോ അങ്ങേയറ്റം വിശക്കുന്നവരുടെ മുന്നിലേക്ക് നല്ല മട്ടനും അതുപോലെ തന്നെ പത്തിരിയും എത്തിച്ചേർന്നപ്പോ എത്രയും പെട്ടെന്ന് തിന്നണമെന്ന ആവേശത്തോടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളും കൈ അങ്ങോട്ട് നീക്കുമ്പോ മുത്തുനബി തങ്ങളുടെ കൈ മേൽപോട്ടേക്കാണ് പോകുന്നത്, ഭക്ഷണത്തിലേക്കല്ല. മുത്തുനബി തങ്ങൾ തുടങ്ങാതെ, ഉസ്താദ് തുടങ്ങാതെ ശിഷ്യന്മാർക്ക് തുടങ്ങാൻ പറ്റൂല. അത് അദബിനെതിരാണ്. മുത്തുനബി തങ്ങളോ തുടങ്ങുന്നില്ല, ഏതോ ലോകത്താണ്. സിദ്ദീഖുൽ അക്ബറും ഉമർ തങ്ങൾ ഇങ്ങനെ സൈകിട്ട് നിൽക്കുകയാണ്. കുറെ സമയത്തിന് ശേഷം കൈ താഴേക്ക് കൊണ്ടുവന്ന്
മുത്തുനബി തങ്ങൾ ഒരു കഷ്ണമെടുത്ത് വായിലിട്ടിട്ട് പറയാണ്, ഓ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ അറിയുമോ, ഇപ്പാതിരാ സമയത്ത് ഉറക്ക് കിട്ടാതെ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്ന് ഒരക്ഷരം ചോദിച്ചില്ല. നല്ല ആട് വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് റബ്ബുൽ ഇസ്സത്ത് തന്നിരിക്കുകയാണ്. ആ റബ്ബുൽ ഇസ്സത്ത് നാളെ ഈ വലിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ദിവസങ്ങളായി പട്ടിണിയാണ്, മരണത്തോടടുക്കുന്ന സമയത്ത് കിട്ടിയ ഭക്ഷണത്തിന്റെ പേരിലാണ്. ലോകത്തിന്റെ ഗുരു പറയുന്നു, സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. നാളെ പാരത്രിക ലോകത്ത് നിങ്ങളോട് ചോദ്യം വരുന്നതാണ്. ഈ അനുഗ്രഹത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇതായിരുന്നു ലോകത്തിന്റെ ഗുരുവിന്റെ ശങ്ക, ലോകത്തിന്റെ ഗുരുവിന്റെ പ്രയാസം ഇതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ ഉണ്ടായ പ്രയാസം ഇതായിരുന്നു. റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് വിലയിരുത്തി നോക്കൂ. ഏതൊക്കെ കാര്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും? സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറുള്ളത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ കുറിച്ചാണ്. എന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. അവനെന്താ എന്തൊക്കെയാണുള്ളത്, അവന്റെ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണ്, അവനിക്ക് എത്ര അപ്പാർട്ട്മെന്റുകളാണുള്ളത്, അവനിക്ക് എത്ര കച്ചവട സ്ഥാപനങ്ങളാണുള്ളത്, അവനിക്ക് എത്ര വണ്ടികളാണുള്ളത്, അവന്റെ വീടിന്റെ ഉയരം എത്രയാണ്, അതിന്റെ വിസ്തീർണത എത്രയാണ്, അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്നിട്ട് എനിക്കതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതേ സമയത്ത് ഏത് സമയത്തും ഇവിടുന്ന് പോകേണ്ടവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കൂടെയുള്ള എത്രയെത്ര ആളുകൾ നമ്മളോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഈ പരിപാടിയിൽ മുൻകാലത്തുണ്ടായിരുന്ന എത്രയെത്ര ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. എത്ര പെട്ടെന്നാണ് മരിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാമും ഒരിക്കൽ മരിക്കേണ്ടവരല്ലേ. നാം ധരിച്ച ഈ ഡ്രസ്സ് നമ്മുടെ കൈകൊണ്ട് അയക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മളൊക്കെ ഇന്ന് കുളിച്ചു വരുന്നവരാണ്. കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കുളി എൻ്റെ അവസാനത്തെ കുളിയായിരിക്കാം. അടുത്ത കുളി എൻ്റെ നാട്ടുകാരായിരിക്കുമോ എന്നെ കുളിപ്പിക്കുക? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇന്നലെ രാവിലെ നാട്ടിലെത്തിച്ചേരേണ്ട എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അബ്ദുൽ ജലീൽ സഖാഫി ഒമാനിൽ തന്റെ സ്ഥാപനത്തിന്റെ ആവശ്യാർത്ഥം യാത്ര നടത്തിയതാണ്. നാട്ടിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി പ്ലെയിൻ കയറാൻ നിൽക്കുന്ന അവസാന സമയത്ത് ആക്സിഡന്റ് ആവുകയാണ്, മരിക്കുകയാണ്. ഇന്നലെ രാവിലെ നാട്ടിലെത്തേണ്ട ആളാണ്, അവിടെ അതേ സമയത്ത് മയ്യിത്താവുകയാണ്. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏത് സമയത്ത് എപ്പോൾ എവിടുന്ന് വേർപറിയേണ്ടി വരുമെന്ന് പറയാൻ കഴിയില്ല. രാത്രി കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല. ബസ്സിൽ കയറുന്നു, ഇറങ്ങാൻ കഴിയുന്നില്ല. പള്ളിയിൽ കയറി നിസ്കാരത്തിൽ ഇറങ്ങി തുടങ്ങിയതാണ്, അവസാനിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ കല്യാണത്തിന് വേണ്ടി പന്തല് കെട്ടിയതാണ്, കല്യാണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ദിവസം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ ഇത്ര പെട്ടെന്നൊന്നും മരിച്ചു പോവില്ല. സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിന്നഈം. സമ്പത്ത് മാത്രമല്ല, ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് റബ്ബ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യത്തിന് വിധേയമാകുന്നതാണ്. അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ലോകത്തെ ജീവിതം ക്ഷണികമാണ്, ചെറിയ കാലമാണ്.
അവസാനിക്കാത്തൊരു ലോകമില്ലേ? അവസാനിക്കാത്തൊരു ലോകമില്ലേ? 1000 കൊല്ലം കൊണ്ടോ കോടിക്കൊല്ലം കൊണ്ടോ കോടാനുകോടിക്കൊല്ലം കൊണ്ടോ അവസാനിക്കാത്തൊരു ലോകമാണത്. അവിടെ മരണമില്ല, അവിടെ ജീവിതം അവസാനിക്കില്ല. സ്വർഗമാണോ? കാലകാലം സ്വർഗം തന്നെ. നരകാഗ്നിയിലാണോ എത്തിപ്പെട്ടത്? കാലകാലം അവസാനിക്കാത്ത കാലം ആ നരകാഗ്നിയിൽ കഴിയേണ്ടി വരുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇതൊക്കെ പറഞ്ഞത്. ഹുബ്ബിലൂടെ അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അവസാന കാലഘട്ടത്തിൽ നട്ടം തിരിയുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ഹുബ്ബ് പിടിക്കുക, വേറെ ഒന്നും കൊണ്ടും രക്ഷപ്പെടില്ല. ഹബീബിനെ പിടിച്ചോ, നമുക്ക് രക്ഷപ്പെടാം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ആഖിറം വിജയിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുള്ള കുട്ടി ബാക്കവി ഉസ്താദ്, നമുക്കെല്ലാവർക്കും അറിയാം, പാറക്കടവ് കാദിയുടെ മകൻ, കോയക്കുട്ടി മുസ്ലിയാരുടെ മകൻ അബ്ദുള്ള കുട്ടി ബാക്കവി. നമ്മൾ ഒന്നിച്ചൊരുപാട് കാലം പ്രവർത്തിച്ചതാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. 50 വയസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുണ്ടഞ്ചാലിൽ കുഞ്ഞമ്മദ്ക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ഞമ്മദ്കയുടെ മകളുടെ 4 വയസ്സുള്ള ഒരു കുട്ടി തീപ്പൊള്ളലേറ്റ് ഇപ്പോൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ആ കുടുംബത്തിന് ക്ഷമ നൽകണം റഹ്മാനെ, സ്വർഗം നൽകണം റഹ്മാനെ. ധാരാളം ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ എണ്ണിയാ തീരൂല, അകമായി ഇഞ്ഞ് സഹായിക്കുന്ന എത്രയോ ആളുകൾ. അവരുടെ സഹായം കൊണ്ടാണ് സ്ഥാപനം ഇങ്ങനെ നടന്നു പോകുന്നത്. ഉള്ളറിഞ്ഞ് നന്നായി സഹായിക്കുന്നവർ, അല്ലാഹു എല്ലാവരെയും നീ അറിയുന്നവനാണ്. എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. നമ്മുടെ പണ്ടാരി ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ 32 വയസ്സ് പ്രായം, ഒരു മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ഖബർ സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ധാരാളം ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ മരിച്ചുപോയി. പേരുകൾ എണ്ണാൻ ഒരുപാട് സമയം നമ്മളിപ്പോൾ എണ്ണുന്നതാണ്, നമുക്കറിയാം. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെടണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എത്രയെത്ര ആളുകളാണ്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റിക്കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ ഞങ്ങൾ ആർക്കും നീ തരല്ല അല്ലാഹ്. ക്യാൻസർ എന്ന മഹാമാരി തരല്ല അല്ലാഹ്. അല്ലാഹുവേ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തരല്ല അല്ലാഹ്. കിഡ്നിക്ക് തകരാറ് തരല്ല അല്ലാഹ്. ഹാർട്ടിന് തകരാറ് തരല്ല അല്ലാഹ്. ബ്ലോക്ക് തരല്ല അല്ലാഹ്. സ്ട്രോക്ക് തരല്ല അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങൾ ആർക്കും നീ തരല്ല അല്ലാഹ്. ഞങ്ങളെ ഈ ദുആ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ.
എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച എത്രയോ ആളുകളുണ്ട് റബ്ബേ, നീ അറിയുന്നവനാണ്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ സ്വർഗം നൽകണം റഹ്മാനെ. അർഹമുർറാഹിമായ മലിക്കിൽ ജബ്ബാറായ അല്ലാഹ്, നിരവധി രോഗികൾ ഡയാലിസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിലുള്ളവരുണ്ട്. റബ്ബേ, നീ അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, കല്യാണപ്രായമെത്തിയ ചെറുപ്പക്കാരികളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നീ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച, കഷ്ടപ്പെട്ട, പണിയെടുത്താരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നീ നല്ല ഭാവി നൽകണേ അല്ലാ. ആരെയും നീ വെറുതെ ആക്കരുത് റഹ്മാനെ. നാടിനും നാട്ടാർക്കും കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്നവരാക്കണം റഹ്മാനെ. പാരത്രിക ലോകം രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്, നീ അറിയുന്നവനാണ്. എല്ലാം അറിയുന്ന നീ എല്ലാം പൂർത്തിയാക്കി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.